ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടന യാത്ര നടത്തി. രാവിലെ 8:50 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട ട്രെയിൻ വിവിധ സ്റ്റേഷനുകളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ടോടെ ബംഗളൂരുവിൽ എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവരും എറണാകുളത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. റെയിൽവേ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും വിദ്യാർത്ഥികളും മാധ്യമപ്രവർത്തകരും ഉദ്ഘാടന യാത്രയുടെ ഭാഗമായി. സുരേഷ് ഗോപി തൃശൂർ വരെ ട്രെയിനിൽ യാത്ര ചെയ്തു. ത്രിവർണ ബലൂണുകളും പൂമാലകളും കൊണ്ട് അലങ്കരിച്ചായിരുന്നു ബംഗളൂരുവിലേക്ക് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന യാത്ര. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവയെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അന്തർ സംസ്ഥാന സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസാണിത്. 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബിസിനസ്, വിദ്യാഭ്യാസം, ടൂറിസം ബന്ധങ്ങൾ ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ദക്ഷിണ റെയിൽവേ അധികൃതർ പറഞ്ഞു. 26,651 എന്ന നമ്പറിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 5:10 ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് എത്തിച്ചേരുക. മടക്ക സർവീസ് 26,652 എന്ന നമ്പറിൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11 മണിയോടെ ബംഗളൂരുവിൽ എത്തിച്ചേരും. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന് പുറമെ ബനാറസ് ഖജുരാഹോ, ലക്നൗ സഹരൻപൂർ, ഫിറോസ്പൂർ ഡൽഹി എന്നീ റൂട്ടുകളിലെ വന്ദേ ഭാരത് ട്രെയിനുകളും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വാരാണസിയിലെ ബനാറസ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് നിപുണൻ.